ഈ കഴിഞ്ഞ ദിവസം ഒരു അന്യസംസ്ഥാന തൊഴിലാളി വിനോദ് എന്ന് പറയുന്ന ഒരു TTRനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊന്ന ഒരു സംഭവം ന്യൂസിലൂടെയും മറ്റും കണ്ടിരുന്നു. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോണേ? ആ ഒരു കുറ്റവാളിക്ക് സർക്കാരിൻ്റെ സ്വന്തം ചെലവിൽ 3 നേരം ഭക്ഷണം, മൃഷ്ടാന്ന ഭോജനം, എന്താ പറയുക, അവനെ തിന്ന് കൊഴിപ്പിച്ചു അവിടെ നിർത്തും അല്ലേ? അത് കഴിച്ചിട്ട് എന്താ പറയുക, അവന് നല്ല നടത്തിപ്പെന്ന് പറഞ്ഞിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ശിക്ഷയിൽ ഇളവും കൊടുത്ത് നല്ല ടാറ്റ ബൈ ബൈ പറഞ്ഞു വിടും. ഇതിനപ്പുറം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? പറയാൻ വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവർ ഈ ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന മാത്രമല്ല നമ്മൾ ഈ ചുറ്റും കണ്ടുവരുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, അതായത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം മുതൽ അങ്ങേയറ്റം നമ്മുടെ കാസർഗോഡ് വരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ കാണുന്നത് ഈ അതിഥി തൊഴിലാളികൾ തന്നെയാണ്. കാര്യം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ കൂടുതലായും ഉള്ളത്. ഇവർക്ക് ഈ പ്രോപ്പറായിട്ടുള്ള പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് കുത്തനെയുള്ള ഒഴുക്കല്ലേ, അപ്പോൾ ഇത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ, അതൊക്കെ ബുദ്ധിമുട്ടാവില്ല എന്നൊക്കെ ആയിരിക്കും. സുഹൃത്തുക്കളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപിലേക്ക് നമുക്കൊന്ന് പോകണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അവിടെ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആ ടൂറിസ്റ്റ് ആ ഒരു പെർമിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പ്രോപ്പറായിട്ടുള്ള വെരിഫിക്കേഷൻ നടക്കില്ല എന്ന് പറയുന്നതിലേക്ക് യാതൊരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തേക്ക് നമ്മൾ ഒരു ജോലിക്ക് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള നമ്മുടെ ഈ പറഞ്ഞ പോലുള്ള പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അത് പ്രോപ്പറാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് അവിടേക്ക് കയറി പോകാനായിട്ട് സാധിക്കുള്ളൂ. എന്തെങ്കിലും ഒരു കേസോ കുറ്റമോ നമ്മുടെ പേരിലുണ്ടെങ്കിൽ നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കും? ഒരിക്കലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിലൂടെ കടന്നു പോയെങ്കിലല്ലേ പറ്റുള്ളൂ. ഈ ഒരു കാര്യം എന്താ ഈ പറഞ്ഞ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ മാത്രം പ്രാവർത്തികമാകുന്നില്ല? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഉറപ്പായിട്ടും ഇത് ബന്ധപ്പെട്ട ഉറപ്പായിട്ടും ഇവർക്ക് ഈ പറയുന്ന ജോലിയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഏജന്റ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്പോൺസർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ ആൾക്ക് പ്രോപ്പറായിട്ടുള്ള ആധാർ, ഐഡന്റിറ്റി കാർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന്. അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു തൊഴിലാളിയെ, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു തൊഴിലാളിയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ കറസ്പോണ്ടിങ് ഏതാണെന്നുള്ള ആ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരുടെ ആ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ച്, അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് വേണം അവരിവിടേക്ക് വരാൻ. നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഏതാണോ അവർ ജോലി ചെയ്യാൻ വരുന്ന ആ ഒരു പർട്ടിക്കുലർ സ്ഥലം, ആ ഒരു സ്ഥലത്തിനടുത്തുള്ള ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആക്കണം. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പിന്നെ അവരെ ഈ തിരിച്ചു പോകുന്ന സമയത്തും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേനും അവരെന്തെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിലേക്ക് ഇടപെട്ടിട്ടാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയില്ല ഇവരാരാണെന്ന്, എന്താണെന്ന്, ഏതാണെന്നൊന്നും അറിയത്തില്ല. നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഈ ചുറ്റും കാണാൻ സാധിക്കും. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ ഒരു ഹിന്ദിക്കാരൻ പോകുന്നു, അവൻ ജോലി ചെയ്യുന്നു, അവൻ തിരിച്ചു പോകുന്നു. അതിനപ്പുറം നമുക്ക് എന്താ അറിയാൻ സാധിക്കുന്നുണ്ട് ഇവരെ പറ്റിയിട്ട്? ഈ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഇപ്പോൾ അതിന് ഇപ്പൊ പറഞ്ഞ പോലെയുള്ള നിയമങ്ങൾ കൂടുതലും കർശനമാക്കിയേ പറ്റുള്ളൂ. ഈ പറഞ്ഞ 5-6 കൊല്ലം മുന്നേ നമ്മൾ പെരുമ്പാവൂര് നടന്ന ജിഷയുടെ ആ ഒരു കൊലപാതകം, അത് ചെയ്തത് ഒരു അതിഥി തൊഴിലാളി തന്നെയാണ്. അത് നമ്മളെല്ലാവരും അറിഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വർഷങ്ങൾക്ക് ഇപ്പോഴും മറ്റൊരു അതിഥി തൊഴിലാളി ഇങ്ങനെ ഒരു കുറ്റമൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇനിയും മാറേണ്ടത് നമ്മുടെ ആ ഒരു നിയമ സംവിധാനം തന്നെയാണ്. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള എത്രയോ ആൾക്കാർ ഇവരെ കൂട്ടത്തിൽ ഉണ്ടാവും. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ ഇതുപോലെയുള്ള PCC പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായേ മതിയാകുകയുള്ളൂ. ഇപ്പോൾ ഇവർക്ക് ഈ വാടക കൊടുക്കുന്ന നമ്മൾ 100-ൽ ഒരു 10 പേരെങ്കിലും, ശരി പോട്ടെ, നമ്മൾ ഇവർക്കൊക്കെ വാടകയ്ക്ക് വീട് കൊടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ പ്രോപ്പറായിട്ടുള്ള ID കാർഡ് മേടിച്ചിട്ട് എത്ര പേര് ഇവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടാവും? ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളിപ്പോൾ ഒരു 2000 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഉറപ്പായിട്ടും വാടകയ്ക്ക് കൊടുക്കുന്നവരായിരിക്കും മിക്കവരും.
എന്ന് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരുപക്ഷെ ഇവരുടെ ആധാർ കാർഡ് കയ്യിലുണ്ടെങ്കിൽ നാളെ ഒരുപക്ഷെ ഇവർ പോയി കഴിഞ്ഞിട്ട് ഇവരെ അന്വേഷിച്ച ഒരു പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവരാരാണെന്ന് എന്താണെന്ന് അറിയാൻ സാധിക്കുമോ? ഇവർ പറയുന്ന പേര് അത് ജെന്യൂൻ ആണോ എന്ന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കുക? ഇപ്പോൾ ഒരു സുബു സിംഗ് എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാം സിംഗ് എന്നോ സുബു സിംഗ് എന്നോ എന്തെങ്കിലും ഒരു പേര് അവർ പറയുന്നു. ആ പേര് ശരിയാണോ എന്ന് അറിയണമെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ID കാർഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ. ഈ പറഞ്ഞ ആധാരവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഈ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇടപെട്ടിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കേണ്ടത് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഞാനീ പറഞ്ഞു വരുന്നത് എല്ലാ അതിഥി തൊഴിലാളികളെയും അടച്ചാക്ഷേപിക്കുകയല്ല, മറിച്ച് ഈ പറഞ്ഞ പോലെയുള്ള ID സംവിധാനങ്ങൾ മാൻഡേറ്ററി ആക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രിമിനലുകളുടെ കേരളത്തിലേക്കുള്ള ആ ഒരു കുത്തൊഴുക്ക് പാടെ തടയാൻ നമുക്ക് സാധിക്കും. അവരെ പ്രോപ്പറായിട്ട് നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. നാളെ ഇത്തരത്തിലൊരു സംഭവം നടക്കാതിരിക്കട്ടെ. അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് ഇനിയെങ്കിലും എടുത്തില്ല എങ്കിൽ ഇനി തുടരുക തന്നെ ചെയ്യും. ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? സംഭവം നടന്നു കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ചോര തിളയ്ക്കും. അതേസമയം ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ചോരത്തിറപ്പ് താനെ അടങ്ങുകയും ചെയ്യും. ഇതാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.